595 ഒരു മെഴ്സിഡസ് ബെൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ സാധാരണ മെയിൻ്റനൻസിന് കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. ഒരു റെഗുലർ സർവീസ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും. പക്ഷേ ബെൻസ് തന്നെയാണ്. കേരള വണ്ടി ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന അല്ല 595 നല്ലൊരു പ്രൈസ് തന്നെയാണ്. അതും C220D. അത് മാത്രമല്ല ബെൻസ് എടുക്കുമ്പോൾ ബെൻസിന്റെ മൈൻഡോട് കൂടി തന്നെ എടുക്കണം. ഫിറ്റിംഗ്സ് കയറിയിട്ടൊന്നുമില്ല. GT പറയുമ്പോൾ കുറേ നമ്മൾ മുന്നേ കാണിച്ച വണ്ടിക്ക് ഒരുപാട് ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു റെഡ് ആയിരുന്നില്ല നമ്മൾ കഴിഞ്ഞ റെഡ് അതെ പോയോ? അത് വിറ്റുണ്ടായിരുന്നു. ഓക്കെ. നെക്സോൺ ആണ്, എഞ്ചിൻ ഇല്ലാത്ത വണ്ടിയാണ്, മോട്ടറാണ്, ഇലക്ട്രിക് ആണ് അല്ലേ? ഓക്കെ. EV തീർച്ചയായും ഹോണ്ട ജാസ് ഇതൊക്കെ എന്ന് വെച്ചാൽ സ്പേസും ഉണ്ടാവും, നല്ല കംഫർട്ടുമാണ് ഓടിക്കാൻ. ഓക്കെ. അപ്പോൾ സൺറൂഫ് അടക്കം വരുന്ന ഫീച്ചറുള്ള വാഹനമാണ്. ഹലോ ഹായ് ഹായ് ഹലോ എന്താ പേര്? ഓക്കെ. അപ്പോൾ ഷമീസ് കാസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഷമീർ കാ, രണ്ടാളും ഉംറ കഴിഞ്ഞ് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ചെറിയൊരു ഗോൾഡ് വന്നു, അതിന്റെ സൗണ്ട് കുറവുണ്ട്. ഓക്കെ. ഷമീസ് കാസ് പ്രൈഡിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ വീഡിയോ ഷമീസ് കാസ് പ്രൈഡ് എന്നാണ്. കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂർ ഭാരത് പമ്പിന്റെ തൊട്ട് ചേർന്നുള്ള ഷോറൂമാണ്. നമ്മൾ ബോർഡൊക്കെ മാറ്റിയില്ലേ? ബോർഡെല്ലാം വെച്ചു, നമ്മൾ പ്രൈഡ് എന്നുള്ള പേരാക്കി എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പേരാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? ഓക്കെ. എന്തായാലും എയർ ഇന്ത്യക്ക് ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ സ്കീമോ ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ നടക്കണ്ടോ? നമ്മൾ റെന്റിങ്ങിൽ നമ്മൾ റേറ്റ് പൊട്ടിച്ച റേറ്റിലാണ് കൊടുക്കുന്നത്. രണ്ടാമതൊരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, കഴിഞ്ഞ മാസം നമ്മളൊരു കസ്റ്റമർ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഡെലിവറി ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇത്രയും ദൂരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ട്, സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. പിന്നെ ഒരു വീക്കെൻഡ് ഹോം ഉണ്ട്. വീക്കെൻഡ് നമുക്ക് അവിടെ താമസിച്ച് ഡെലിവറി തരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു അവിടെ താമസിച്ച് നമ്മൾ ഡെലിവറി എല്ലാം കൊടുത്തപ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷത്തിലായി, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയപ്പോൾ. അപ്പോൾ അവർ പിന്നെ ഇന്നലെ വിളിച്ചു. അവർ ഇന്നലെ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ വണ്ടി എടുത്ത് വണ്ടിയിലേക്ക് ഡെലിവറി ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ തന്ന ഡെലിവറിയും താമസവും ഒക്കെ നമുക്ക് മെമ്മറബിൾ ആയി പോയി. അത്രയും ഭയങ്കര ഹാപ്പി. ഇന്നലെയും വിളിച്ചതിനോട് പറഞ്ഞു നമ്മൾ റിലേറ്റീവിന് വണ്ടി വേണം, അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്തു തരണം പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നതാണ്, ഈ മാസം ഡിസംബർ വീക്കെൻഡാണല്ലോ ഈ റെന്റിങ്ങും ഫെസ്റ്റിവൽ സീസണും എല്ലാം കൂടി ക്രിസ്മസ് ഒക്കെ കാണിച്ചിട്ട് ഈ മാസം ഡെലിവറി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇവരുള്ള എല്ലാവർക്കും നമ്മളിടുന്ന ചെറിയ കാറായാലും വലിയ കാറായാലും ഏത് കാറായാലും എടുക്കുന്നവർക്ക് നമ്മൾ അട്രാക്റ്റീവ് റേറ്റിന് പുറമായിട്ട് അവർക്ക് നമ്മളൊരു സ്റ്റേ ബാക്ക് കൂടി കൊടുക്കാതെ വിചാരിക്കുക. അവർ സ്റ്റേ കൊടുത്ത് ഹാപ്പി ആയിട്ട് ഡെലിവറി കൊടുക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകമൊക്കെ വരുന്നവർക്ക് അതൊരു ഭയങ്കര ഒരു സംഭവമായിരിക്കും. എനിക്ക് ഒരു അനുഭവത്തിൽ നിന്ന് പോയി മനസ്സിലായത്. എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. എല്ലാ സെഗ്മെന്റും എല്ലാ സെഗ്മെന്റും പ്രൈഡിലുള്ള നമ്മുടെ ബിലോ 10 ലാഖ് അതിൽ ബെൻസ് അടക്കം വരുന്നുണ്ട്. എല്ലാ സെഗ്മെന്റും എല്ലാം വരുന്നുണ്ട്. അപ്പം മിൻഹാജ് തന്നെ ആയിരിക്കും നമ്മുടെ കൂടെ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോകും അല്ലേ? ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം നെക്സോൺ ആണ്. എഞ്ചിൻ ഇല്ലാത്ത വണ്ടിയാണ്, മോട്ടറാണ്, ഇലക്ട്രിക് ആണ് അല്ലേ? ഓക്കെ. EV ഏതാ മോഡൽ? ഏതാ ഇത്? 24 ന്യൂ ഷേപ്പാണ്, പഴയ ഷേപ്പല്ല, പുതിയ ഷേപ്പിൽ വരുന്നതാണ്. 24 ഏറ്റവും ന്യൂ ഷേപ്പ്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷേപ്പാണ്. ഏതാ ഓപ്ഷൻ? ഇത് ഫിയർലെസ് എന്ന ഓപ്ഷനാണ്. ഫിയർലെസ് പ്ലസ് ഉണ്ടോ? പ്ലസ് ഇല്ല, ഫിയർലെസ് എന്ന ഓപ്ഷൻ വരുന്നത്. ഏതാ റേഞ്ച്? ഏതാ ഇത് 330 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വണ്ടിയാണ്. മീഡിയം റേഞ്ച് ആണ്. ഓക്കെ. 24 മോഡൽ ഫിയർലെസ്. ഇതിന്റെ മേലെ ഒരു പ്ലസ് കൂടെ ഓപ്ഷൻ വരും ഈ ഒരു റേഞ്ചിൽ. ഇതിന്റെ കൂടിയ റേഞ്ചിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസ് മാറുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ വേറെ മേഖല ഒരു ഓപ്ഷൻ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ. സൺറൂഫ് കാര്യമൊന്നും വരില്ല, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 325 ഫുൾ ചാർജിൽ കമ്പനി പറയുന്ന റേഞ്ച്. നമുക്കൊരു 250 പറയാം. ഒരു 250 റേഞ്ചിലൊക്കെ ഫുൾ ചാർജിൽ കിട്ടും. നെക്സോൺ EV. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇതിന്റെ വാറണ്ടിന്റെ അവസ്ഥ എങ്ങനെ വരാം? വാറണ്ടി നമുക്ക് 8 വർഷം വാറണ്ടി വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വാറണ്ടി വേറെ വരുന്നുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ. അല്ലാണ്ട് നോർമലി നമ്മൾ 3 വർഷം പറയാൻ പോലെ വണ്ടിയുടെ ബാക്കിയുള്ള പാർട്സിനുള്ള വാറണ്ടി പറയുന്നുണ്ട്. മെക്കാനിക്കലി ഒന്നുമില്ല, ഷോക്ക് അബ്സർവറും ബ്രേക്കും ഇതൊക്കെ ഉള്ളൂ. അല്ലേ അതിനായിട്ട് ബോഡിയും അല്ലേ? ഓക്കെ. ഇലക്ട്രിക്കൽ സൈഡ് കൊണ്ട് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ സൈഡ് അതിനൊക്കെ 3 വർഷം നോർമലി ഉള്ള വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി ഉണ്ടാവും. അല്ലാതെ മോട്ടറിനും പിന്നെ എന്തായിരുന്നു ബാറ്ററിക്കും. അതെ.
അതിനാണ് ഈ പറഞ്ഞ വാറണ്ടി 8 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ. ഓക്കെ, ഇതിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഓപ്ഷന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാ? 1460 സംതിങ് ഉണ്ട്. 1468 അങ്ങനെയാണ് ഓൺ റോഡ് വരുന്നത്. 14,68,000 ഇപ്പോഴത്തെ ഈ ഓപ്ഷന്റെ വിലയാണ്. ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് ഫസ്റ്റ് വണ്ടിയാണ് കാണിക്കുന്നത്. ഇയറിൻ്റെയാണ്. അപ്പോൾ അബ്ബക്ക് നിർബന്ധമുണ്ട് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കണം എന്നുള്ളത്. 9,90,000 കൊടുക്കാം. 9,90,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അതെ, പുതിയ ഷേപ്പ് നെക്സോൺ EV. ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. ഒറ്റയടിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ലോണും കയറുള്ളൂ ഇല്ല മാക്സിമം? മാക്സിമം ലോൺ കിട്ടും. നമുക്ക് 8 ലക്ഷത്തിന് വരെ ലോൺ എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും കോമ്പാക്ട് SUV തന്നെ ബ്രസ KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ ZXi ടോപ്പ് ഓപ്ഷൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് 22 മോഡൽ 22 പ്ലസ് ഉണ്ട് അതിന്റെ തൊട്ട് താഴെ അല്ലേ? പ്ലസ് അല്ലല്ലോ. തൊട്ട് താഴെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 71,000. വാറണ്ടി ഇപ്പൊ കഴിഞ്ഞില്ല? എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? വാറണ്ടി ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഷോറൂം വാറണ്ടി ഷോറൂം വാറണ്ടി ഉണ്ടാവും. ഇവരുടെ ഷോറൂം വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി വരും. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ സ്റ്റോക്ക് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും കമ്പനി ഇൻഫോർടൈൻമെന്റും ഫോഗും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട്. ZXi ആണ്. പെട്രോൾ മൈലേജ് ഒരു 12-15 റേഞ്ച്, 15-15 ഉള്ളിലായിട്ട് ഡ്രൈവിംഗ് അനുസരിച്ചിട്ട്. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അഡീഷണൽ ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ പുഷ്പട്ടം വരില്ല? ഇതിൽ പുഷ്പട്ടം വരും. എത്രയാ ചോദിക്കുന്നതിനോ? നമുക്കിപ്പോൾ ഓഫറായിട്ട് ഒരു 8,40,000 കൊടുക്കാം. 8,40,000 2022 ZXi മാനുവൽ. ഈ ഒരു ഓട്ടോമാറ്റിക് ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ZXi ഓട്ടോമാറ്റിക് ബ്രസയാണ്. 2022 മോഡൽ. ലോൺ ഒരു 7-7.5 വരെയൊക്കെ വരും. ലോൺ നമുക്ക് 8 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഇതിന്റെ സർവീസ് ഒക്കെ പക്ക ഉണ്ടോ? ഇപ്പൊ സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ്. കഴിഞ്ഞ് വെച്ചേക്കാണോ അതോ സർവീസ് കറക്റ്റ് ഹിസ്റ്ററി ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. സർവീസ് ഒക്കെ പക്ക കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. ഇനി ഒരു സൺറൂഫ് ഉള്ള വണ്ടി നോക്കാം നമുക്ക്. ഹോണ്ട WRV ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാ? അതെ, അല്ല VX ആണ്. VX. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്. ഇതൊന്ന് പുതിയ മോഡലാണ് വരുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. കുറേ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാമറ കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്കിൽ ഫോഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഷേപ്പ് മാറി വന്നിട്ടില്ല. മുന്നത്തെ ബമ്പർ ഇതൊക്കെ മാറിയിട്ടാണ് ഷേപ്പ് വന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോ എത്ര പോയി? 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64,000. പെട്രോൾ മാനുവലാ? പെട്രോൾ മാനുവൽ വാഹനമാണ്. നേരത്തെ ബ്രസേനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജ് ഉണ്ടാവും. 12-15 റേഞ്ച്. ഓടിക്കാൻ നല്ല കംഫർട്ട് ഇരുന്ന വണ്ടിയാണ്. ഹോണ്ട വണ്ടിയാണ്. തീർച്ചയായും ഹോണ്ട ജാസ് ഇതൊക്കെ എന്ന് വെച്ചാൽ സ്പേസും ഉണ്ടാവും, നല്ല കംഫർട്ടുമാണ് ഓടിക്കാൻ. ഓക്കെ, അപ്പോൾ സൺറൂഫ് അടക്കം വരുന്ന ഫീച്ചറുള്ള വാഹനമാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഓഫറായിട്ട് ഒരു 6,95,000 കൊടുക്കാം. 6,95,000 ഒരു സൺറൂഫ് ഉള്ള ഹോണ്ടയുടെ വണ്ടി 2021 മോഡൽ WRV VX നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ 6 lakh ഫുൾ ഓൺ തന്നെ. ഫുൾ ഓൺ ചെയ്തു. ഓക്കെ, ഒന്നും പറയാനില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടൈ ക്രെറ്റ. ഇത് കോമ്പാക്ട് SUV തന്നെയാണ്. ചെറുതുമില്ലേ വണ്ടികൾ? ചെറുതും വലുതും ലക്ഷറി എല്ലാം വരുന്നുണ്ട്. എല്ലാം ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ക്രെറ്റ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ SX. അതായത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്, പുഷ് ബട്ടൺ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. മാനുവലോ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കൽ SX ആണ് ഫുൾ ഓപ്ഷൻ. അതെ, SX ആണ് ഫുൾ ഓപ്ഷൻ. ഡീസൽ മാനുവലിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഇത് നോർമലി ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സൺറൂഫ് അടക്കം വരുന്ന ഫീച്ചറുള്ള ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് SX. 2018 ഓട്ടോ എത്ര പോയി? 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഓടി. കമ്പനി സർവീസും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പിൽ. പ്രോപ്പർ പീരിയോഡിക് സർവീസ് എല്ലാം പോയിട്ടില്ല? ഫുൾ കമ്പനി സർവീസിലാണ്. KL11 വണ്ടി. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഇത് ഒരു 9,55,000 ഫൈനൽ കൊടുക്കാം. 9,55,000 18 മോഡൽ വെറും 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. കിട്ടുമോ? കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയില്ലേ. അടുത്തതാ ഒരു സെഡാൻ കാറ്റഗറി ഹോണ്ട സിറ്റിയാണ്. സിറ്റിയിൽ അത്യാവശ്യം കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണിത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡല് V മാനുവൽ ആണ്. V മാനുവൽ. ഇതിന്റെ മേലെ VX ZX അങ്ങനെ 2 ഓപ്ഷൻ കൂടി ഉണ്ടാവും. പക്ഷേ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ അലോയ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 22 മോഡലാണ്. ഇതിന് ശേഷം പിന്നെ ഷേപ്പ് മാറി തോന്നുന്നു. ഇപ്പോഴുള്ള ഷേപ്പിന് തൊട്ട് മുമ്പുള്ള ഷേപ്പ് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഷേപ്പാണ്. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് പിന്നെയും ഗ്രില്ല് മാറിയിട്ട് ഒരു ഷേപ്പും കൂടെ വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമേ ഉള്ളൂ, പക്ഷേ അതിന്റെ തൊട്ട് മുന്നത്തുള്ള ഷേപ്പാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിമോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയി?
ഇത് 81,000 കിലോമീറ്റർ ഓടി. 81,000 22 മോഡൽ സിറ്റിയാണ്. സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സിറ്റി ഹോണ്ട വണ്ടി, ടൊയോട്ട വണ്ടി, ഇതൊക്കെ കിലോമീറ്റർ വൈസ് നമ്മളൊന്നും ബോധപ്പെടേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ജനറൽ സർവീസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പം വണ്ടി ഇത്രയും വലപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന പ്രൈസ് അറിയില്ല, പ്രൈസ് നിങ്ങൾ എടുത്തെന്നിരിക്കാം. അതിൻ്റെ മുകളിലേക്ക് പിന്നെ വലിയ ഭീമാകരമായ ഒരു ചിലവ് ഇതിൽ വരാനില്ല. സാധാരണ സർവീസ് ചെയ്തിട്ട് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. റെഗുലർ സർവീസ് ചെയ്താൽ മതി, പീരിയോഡിക് സർവീസ് ചെയ്ത് കൊണ്ടുകൊടുക്കാം. തീർച്ചയായും. ഇത് എത്ര ഇപ്പോൾ ചോദിക്കുന്നത് എത്രയാണ്? നമുക്ക് 8,60,000 രൂപ കൊടുക്കാം, ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം. മാനുവല്ലേ? മാനുവൽ, പെട്രോൾ മാനുവൽ, ഹോണ്ട സിറ്റി 2022 മോഡൽ. ഓക്കെ, ഫുൾ ലോണിൽ കിട്ടുന്നുണ്ട്. ഒരു 12-15 ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, വേറെ ഒരു വർക്കുമില്ല അല്ലേ? വേറെ ഒരു വർക്കുമില്ല. ഇവിടെ ഒരു പുതിയ വണ്ടി തരുന്നവരെ തന്നെ തരും. ഓക്കെ. അടുത്തത് ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. 7 സീറ്റർ വാഹനം. 7 സീറ്റർ എന്ന് വെച്ചാൽ 3rd റോ, കുട്ടികൾക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ സ്പേസുള്ളൊരു റോ ആയിരിക്കും 3rd റോ. പിന്നെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാർ സ്വന്തമാക്കണം, അതിൽ തന്നെ ഒരു 7 സീറ്റർ വേണം. ഗോ പ്ലസും ഗോയും ഉണ്ട് കേട്ടോ, ഇപ്പുറത്ത് രണ്ടും ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡാറ്റ്സൻ്റെ പ്രത്യേകതയാണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതായത് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന വേറെ വാഹനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും മാറ്റത്തിലായിരിക്കും ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. ഒരു എൻട്രി ലെവലിൽ അതിലൊരു കാർ വാങ്ങുന്ന ഒരാൾക്ക്, ഒരു അംഗസംഖ്യ കൂടുതലുള്ള ഒരു ഫാമിലി തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ മെയിൻ്റനൻസോ വലിയ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. കാരണം വെച്ചാൽ ഡാറ്റ്സൻ്റെ വണ്ടി ഇപ്പോഴും യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വണ്ടി കാണിക്കുന്നുണ്ട്. നിസാനിലാണ് സർവീസും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ ഗോ പ്ലസ് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ അത് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 58,000 കിലോമീറ്റർ ഓടില്ല, ലോ കിലോമീറ്റർ ആണ്, 7 സീറ്റർ വണ്ടിയാണ്. സർവീസ് പ്രോപ്പർ ഉണ്ടോ? സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ആണ്. പ്രോപ്പർ ഉണ്ട്. നിസാനിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ക്ലെയിമോ കാര്യങ്ങളോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2015 വണ്ടിയാണെങ്കിലും റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതിന്റെ പ്രത്യേകത. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു ഓഫറായിട്ട് 2,30,000 രൂപ കൊടുക്കാം. 2,30,000 2015 ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ 7 സീറ്റർ എങ്ങനെ കിട്ടാം? 7 സീറ്റർ പോട്ടെ, 5 സീറ്റർ പറയാനായിട്ട് ഈ റേറ്റിന് ഒന്നും കിട്ടില്ല. മോഡൽ കൂടിയ വണ്ടി. അതെ, ലോ കിലോമീറ്റർ കിട്ടാൻ ചാൻസേ ഇല്ല അല്ലേ? അപ്പോൾ എത്ര ലോണ് ഫുള്ള് കയറാൻ ചാൻസ് ഉണ്ടോ? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും, ഫുള്ളും കിട്ടും. ബാങ്കിന്റെ ആ വാല്യൂഷൻ തന്നെ ഉറപ്പിക്കാതെ നിങ്ങൾക്ക് വണ്ടിക്ക് ആ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഡാറ്റ്സന്റെ 5 സീറ്റർ ഗോ ആണ്. ഡാറ്റ്സൺ ഗോ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡല് ഡാറ്റ്സൺ റെഡി ഗോ. റെഡിഗോയിന്റെ ചെറിയ പെട്ടെന്ന് അത് പറഞ്ഞു. ഡാറ്റ്സൺ ഗോ ആണ്. റെഡിഗോ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ ആ ഒരു ഓർമ്മയിൽ. റെഡിഗോ എന്ന് വെച്ചാൽ 800 cc 1000 cc ഇറങ്ങുന്ന വാഹനം. ഇത് 1200 cc വണ്ടി തന്നെയാണ്. ഓക്കെ, 5 സീറ്റർ ആണ് വരിക. പിന്നെ കിലോമീറ്റർ 58,000 കിലോമീറ്റർ. മോഡൽ എന്താ പറയുക? 2014 മോഡൽ. 14 ഗോ പ്ലസ് പറഞ്ഞത് 15 14 58,000 കിലോമീറ്റർ. കിലോമീറ്റർ ഏകദേശം രണ്ടും സെയിം ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ് അല്ലേ? ഇതിനാകെ ഒരു പെട്ടെന്നുള്ള കാഴ്ചയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങീസ് രണ്ടിനും വരുന്നുണ്ട്. ഒക്കെ വർക്കിംഗ് ഫംഗ്ഷനിങ് എല്ലാം പ്രോപ്പറാണ്. കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ക്ലെയിമോ അല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ തന്നെ. 2014 ഗോ. ഏതാ ടി ആണ് ഓപ്ഷൻ? ടി ആണ് ഓപ്ഷൻ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് ഒരു എൻട്രി ലെവൽ ആയിട്ട് വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണത്. നമുക്ക് ഓഫർ ആയിട്ട് 1,55,000 കൊടുക്കാം. 1,55,000 നിങ്ങൾക്കൊരു 1.2 ലിറ്റർ നിങ്ങൾ ടിയാഗോ, സ്വിഫ്റ്റ് ഇതൊക്കെ നോക്കുന്നില്ലേ, അതിന്റെ അതേ എഞ്ചിൻ പവർ വരുന്ന ഒരു വണ്ടി കൊണ്ടുപോകാം. അതെ, ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ. ഇതിന്റെ സർവീസ് പ്രോപ്പറാണ്? ഇതിന്റെ സർവീസ് പ്രോപ്പറാണ്. ഓക്കെ, 1,55,000 2014 വെറും 58,000 കിലോമീറ്റർ ഓടിയ ടി ഓപ്ഷൻ ഈ ഒരു ഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതെടുത്തിട്ട് ഗോ. അടുത്തതും റെഡ് വണ്ടി തന്നെയാണ്, സ്വിഫ്റ്റ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXI പെട്രോൾ മാനുവൽ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 59,000 കിലോമീറ്റർ. 59,000 5 വർഷം കൊണ്ട്. ഓട്ടം തന്നെ അല്ലേ? ഓക്കെ, വേറെ ക്ലെയിമോ കാര്യമൊന്നും മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓണർഷിപ്പ് എത്രയുള്ള? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുകയാണ്. VXI മാനുവൽ. VXI പെട്രോൾ മാനുവൽ. അതെ, മാനുവൽ സ്വിഫ്റ്റ് ആണ്. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് ആണ്. ഇത് 17-19 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ഏകദേശം കിട്ടും. വെയിറ്റ് കുറവാണ് അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് പ്രൈസ് നമുക്ക് 5,55,000 കൊടുക്കാം. 5,55,000 2020 മോഡൽ VXI മാനുവൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5 ലക്ഷം വരെ കിട്ടും. 5 ലക്ഷം വരെ ലോൺ ചെയ്യും. ഓക്കെ, 19,500 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മാനുവലാണ്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ അടുത്ത വണ്ടിയിൽ. 10 ലക്ഷത്ത് താഴെ നിങ്ങളൊരു പ്രീമിയം കാർ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ എടുക്കാൻ പറ്റിയ, എന്നാൽ മെയിൻ്റനൻസ്
ഇത് ഈ സെഗ്മെന്റിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊരു സെഗ്മെന്റാണ്. C220D ആണ്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി, എറണാകുളം രജിസ്ട്രേഷൻ വെക്കുന്ന ഫാൻസി നമ്പറിലെ വണ്ടി. KL7 ഫാൻസി നമ്പറിൽ വെക്കുന്ന ഒറിജിനൽ കേരളയാണ്. ഷമീർക്ക ഫ്രീ വണ്ടികൾ ഡീൽ ചെയ്യുന്നില്ല, എക്സ്ചേഞ്ചിലൊക്കെ വന്നാലേ ഉള്ളൂ. അതിന് വീഡിയോയിൽ കാണിക്കാറുണ്ട്. നമ്മൾ ഡീലർമാർക്ക് കൊടുത്ത് ഒഴിവാക്കാറാണ്. കസ്റ്റമർ സെയിലും ഇല്ല. ഓക്കെ, കസ്റ്റമർ സെയിലില്ല. അപ്പോൾ ഇത് എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2011 മോഡൽ. ഈ വണ്ടിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ നിങ്ങളെ ഈ സെയിം ടീം ടെക്കിൻ്റെ കൂടെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി 2 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്, 3-4 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ശരി, അങ്ങനെ. അപ്പോൾ ഈ വണ്ടി നമ്മൾ സെല് ചെയ്തായിരുന്നു. കസ്റ്റമർ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വന്ന സമയത്ത്, ക്രൈസിസ് വന്ന സമയത്ത് ഇപ്പം നമുക്ക് തിരിച്ചു തന്നാണ് വണ്ടി. അതെ അതെ അതെ. വണ്ടി അന്ന് നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു, ഇപ്പോൾ തേർഡ് ഓണർ ആയിട്ടുണ്ട്. തേർഡ് ഓണർ ആയി. ഓക്കെ, ഒറിജിനൽ കേരള KL7 രജിസ്ട്രേഷൻ ആണ്. മോഡൽ ഏതാ? 2011 മോഡൽ. 11 മോഡൽ. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ടോപ്പ് തന്നെയാണ്? അതെ, ടോപ്പ് ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അന്ന് സൺറൂഫ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സൺറൂഫ് വരുന്നില്ല. 11 ടോപ്പില്ല, സൺറൂഫ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്രയായി? ഇത് 84,000 കിലോമീറ്റർ. സർവീസൊക്കെ ഇനീഷ്യൽ സർവീസൊക്കെ കമ്പനിയാണ്, ലാസ്റ്റ് സർവീസ് പുറത്തുനിന്നാണ് ചെയ്തത്. പക്ഷേ സർവീസൊക്കെ പ്രോപ്പർ സർവീസ് അല്ല. നമ്മൾ കഴിഞ്ഞ പാർട്ടിക്ക് കൊടുത്തല്ലോ, ആ പാർട്ടി എടുക്കുന്ന സമയത്ത് എത്രയെന്ന് ഓർമ്മ ഉണ്ടോ? അത് 82,000 കിലോമീറ്റർ അധികം ഓടിയിട്ടുള്ളൂ. ചുരുങ്ങിയ കിലോമീറ്റർ അധികം ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? നമുക്കത് ഓഫറായിട്ട് നമുക്കൊരു 5,95,000 കൊടുക്കാം. 5,95,000 ഒരു മെഴ്സിഡസ് ബെൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ സാധാരണ മെയിൻ്റനൻസിന് കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. ഒരു റെഗുലർ സർവീസ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും. പക്ഷേ ബെൻസ് തന്നെയാണ്. അത് ഒറിജിനൽ കേരള വണ്ടി ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന അല്ല, 5,95,000 നല്ലൊരു പ്രൈസ് തന്നെയാണ്. അതും C220D. അത് മാത്രമല്ല, ബെൻസ് എടുക്കുമ്പോൾ ബെൻസിന്റെ മൈൻഡോട് കൂടി തന്നെ എടുക്കണം. ബെൻസിന്റെ എന്തെങ്കിലും പാർട്സ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു മിററൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് സാധാരണ കാറിനെ വെച്ച് കമ്പയർ ചെയ്യാം. അതൊരു കാണണം. നമ്മൾ വണ്ടിക്ക് പണി വരുന്നല്ല പറഞ്ഞത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് എടുക്കാം. 5,95,000 ബെൻസ് കിട്ടിയെന്ന് വെച്ച് ചാടി കയറി എടുക്കാൻ നിൽക്കരുത്. അതുകൂടെ ശ്രദ്ധിക്കാം. അതെ, തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട WRV. ഇതും ടോപ്പ് എൻ്റെ തന്നെയല്ലേ? ടോപ്പ് എൻ്റെ ആണ്. നേരത്തെ കണ്ട ഷേപ്പ് അല്ല, അതിന്റെ മുന്നത്തെ ഷേപ്പാണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട് ഷേപ്പ്. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡൽ ഫുൾ ഓപ്ഷൻ VX എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന കോഴിക്കോട് വണ്ടി. 77,000 KL11 രജിസ്ട്രേഷൻ വാഹനമാണ്. പെട്രോൾ മാനുവൽ, ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? റീപ്ലേസോ ക്ലെയിമോ ഒന്നുമില്ല. എല്ലാം അത്യാവശ്യം ടർബോ ഉണ്ടല്ലോ അല്ലേ? അതെ, ടർബോ ഉണ്ട് അത്യാവശ്യം. അതെ, ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. തീർച്ചയായും. ഓക്കെ, എത്ര രീതി ചോദിക്കുന്നത്? എത്ര നമുക്ക് ഇപ്പോൾ ഓഫറായിട്ട് ഒരു 5,75,000 കൊടുക്കാം. 5.25 ലക്ഷത്തിന് ഇതാ വീണ്ടും സൺറൂഫ് അടക്കം വരുന്നൊരു വാഹനം. അതും ഹോണ്ടയുടെ വണ്ടി. ധൈര്യത്തിൽ കൊണ്ട് നടക്കാൻ, നേരത്തെ സിറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഏകദേശം മൈലേജും കിട്ടും. 12-15 റേഞ്ച് മൈലേജും കിട്ടും. അപ്പോൾ ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ഏകദേശം നമുക്ക് 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 5.5 ലക്ഷം വരെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 1 ലിറ്റർ കോമ്പാക്ട് SUV അല്ലേ? ഹുണ്ടാ വെന്യൂ ആണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2019 പെട്രോൾ ഓട്ടോമാറ്റിക് വെന്യൂ. ഏതാ? DCT ഗിയർ ബോക്സ് DCT ഓട്ടോമാറ്റിക് 2019 പെട്രോൾ KL02 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്നത്. ഏതാ ഓപ്ഷൻ? ഏതാ? ഇത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ SX പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ്. SX പ്ലസ് സൺറൂഫ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്, സൺറൂഫ്, ക്യാമറ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് SX പ്ലസ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 96,000 കിലോമീറ്റർ ആണ് വരുന്നത്. 96,000 19 മോഡലിലാണ്. സർവീസ് ആണ് കേട്ടോ. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 12-16 റേഞ്ചൊക്കെ ഏകദേശം കിട്ടും. 12-13 റേഞ്ച് കിട്ടും. ഏകദേശം ലോങ്ങിലൊക്കെ 15-16 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? എത്ര? നമുക്ക് ഓഫറായിട്ട് ഒരു 7,35,000 ഫൈനൽ കൊടുക്കാം. 7.35 അന്ന് ഏകദേശം ഒരു 14 അടുത്ത് വില വന്ന വണ്ടി. 395 ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ റേറ്റ്. അന്നത്തെ കാലത്ത് അന്നത്തെ റേറ്റ് ഏകദേശം പാതി വിലേൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. ആരൊക്കെ വന്നു പോയാലും ഇതിൻ്റെ തട്ട് താണിരിക്കും. പോളോ GT 1.2 ലിറ്റർ TSI എഞ്ചിൻ വരുന്ന വാഹനമാണ്. KL11 വണ്ടി. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 18 മോഡൽ. ഓക്കെ, 18 മോഡൽ പോളോ GT 1.2 DSG ഗിയർ ബോക്സ് വരുന്നത്. DSG നമ്മൾ കൊടുക്കുന്ന പവർ അതേപോലെ തന്നെ ഡ്രൈവിലേക്ക് കിട്ടും. അതെ, വെറുതെ ആലോചിക്കേണ്ട സമയമൊന്നുമില്ല. കൊടുക്കുന്ന സാധനം അതേപോലെ തന്നെ കിട്ടും. അതുകൊണ്ട് ഓടിച്ചു പോകാനും ഓവർടേക്ക് ചെയ്യാനും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ തോന്നുന്ന വണ്ടി അപ്പം തന്നെ പ്രവർത്തിച്ചോളൂ. അതെ, അത്രേ ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കുറെ ഫിറ്റിംഗ്സ് കയറിയിട്ടൊന്നുമില്ല. GT പറയുമ്പോൾ കുറെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ച വണ്ടിക്ക് ഒരുപാട് ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു റെഡ് ആയിരുന്നില്ല കഴിഞ്ഞ? റെഡ്
ഇട്ടത്. അതെ അതെ അതെ. പോയോ? അത് വിറ്റുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ സ്പോയിലർ മാത്രമാണ് അഡീഷണൽ ചെയ്ത്. GT 1.2 TSI 2018 മോഡൽ. കിലോമീറ്റർ 90,000 കിലോമീറ്റർ, 90,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർ. എത്രയാണ് ഇപ്പോൾ പ്രൈസ്? നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ഒരു GT അഗ്രികൾച്ചർ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. 6,90,000 കൊടുക്കാം. 6,90,000 GT കൊണ്ടുപോകാം. 2018 മോഡൽ, 90,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 6 ലക്ഷം 6.5 ലോൺ കയറും. ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ട്രാക്കുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ. റെഡ് ബ്രസ വേണ്ടെങ്കിൽ വൈറ്റും ഉണ്ട് ഇവിടെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ പെട്രോൾ മാനുവൽ VXI എന്ന വേരിയന്റാണ്. ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ ZXi വേണ്ടല്ലോ. ZXi ആണ് കാണിച്ചത്. ഓക്കെ. 21 മോഡൽ. കിലോമീറ്റർ എത്ര? 20 മോഡൽ 2020 മോഡൽ. 20 ആണ്. അതെ 20 മോഡൽ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ്. ഡീസൽ പോലെ മെയിൻ്റനൻസ് മേടിക്കേണ്ട ആവശ്യമില്ല. 1 lakh ഓടിയെന്ന് വെച്ചിട്ട്. ഓക്കെ. മിഡിൽ അലോയ്സ് വരുള്ളല്ലോ അല്ലേ? അലോയ്സ് വരുന്നില്ല. VXi വരുന്നില്ല. ഓക്കെ. ആയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും. കിലോമീറ്റർ 1 lakh ആണ്. ഫുൾ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. പീരിയോഡിക്കെല്ലാം കറക്റ്റ് പോയിട്ടുണ്ടാവും അല്ലേ? പക്ക ജനറൽ സർവീസ് ഒക്കെ പക്ക അടിച്ചതല്ലോ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്കൊരു 6,85,000 കൊടുക്കാം. 6,85,000 2020 VXi മാനുവൽ അല്ലേ പറഞ്ഞേ? അതെ. VXi മാനുവൽ. ഈ ഒരു ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകും. 1 lakh കിലോമീറ്റർ ഓടിയ പ്രോപ്പർ സർവീസ് മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. അതെ. ഇന്ത്യൻ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല പ്രീമിയം ഫീലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാർട്ടിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ വണ്ടി വന്ന് കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളുണ്ട്. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം. ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ. ഓക്കെ. ടാറ്റ പഞ്ച് അടുത്ത വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് ഓട്ടോമാറ്റിക് ആണ്. AMD ഗിയർ ബോക്സിലാണ് വരുന്നത്. ഓക്കെ. അഡ്വഞ്ചർ 2023 മോഡൽ 24,000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ അല്ല അഡ്വഞ്ചർ? അഡ്വഞ്ചർ മിഡിൽ ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞില്ല മൊത്തം? വാറണ്ടി കഴിഞ്ഞിട്ടില്ല. 2026 വരെ വാറണ്ടി. 2023 ആണ്. 23 അല്ലേ? ഓക്കെ. ഇപ്പോൾ 26 വരെ വാറണ്ടി. ടാറ്റ 2 വർഷമാണോ 3 വർഷമാണോ? 3 വർഷം വാറണ്ടി വരുന്നത്. ഡൗട്ട് ഉണ്ട്. ഉണ്ടല്ലോ അല്ലേ? 3 വർഷം വാറണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ 26 വരെ വാറണ്ടിയിലിരിക്കുന്ന അഡ്വഞ്ചറാണ് ഓപ്ഷൻ വരുന്നത്. AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജ്, 14 ഉള്ളിലായിട്ട് മൈലേജ് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. അത് ഷോറൂം കണ്ടീഷൻ. 24,000 ഓടിയിട്ടേ ഉള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 6.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 6,50,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിലേക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വാറണ്ടിയുടെ ഉപകാരം എന്ന് വെച്ചാൽ എന്ത് പണി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് വാറണ്ടിയുടെ. വാറണ്ടി മാക്സിമം എത്ര കിട്ടും അത്രത്തോളം എടുത്ത് പോകാൻ നോക്കുക അല്ലേ? നമ്മൾ സേഫ് ആവും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? നമുക്കൊരു 6 lakh വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 50,000 കണ്ട് ഇറക്കാം അല്ലേ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ നെക്സോണിന്റെ ഫസ്റ്റ് ഷേപ്പ് വണ്ടി. ആദ്യമായിട്ട് ഇന്ത്യൻ ബ്രാൻഡിന് 5 സ്റ്റാർ കിട്ടിയ സാധനം ഇതാണ് അല്ലേ? സേഫ്റ്റി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 നെക്സോൺ ഓട്ടോമാറ്റിക് ആണ്. XMA എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. AMT സെക്കൻഡ് ഓപ്ഷൻ ആണ്. XM. ഓക്കെ. പിന്നെ കിലോമീറ്റർ എത്രയായി? 84,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് 84,000. ആ ഒരു വർഷം സംബന്ധിച്ച് വലിയൊരു ഓട്ടം പറയാമല്ലോ. വണ്ടിയാണ്. ഇതിന് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളില്ല. പക്ഷേ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. അത് ബോണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കോ ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രം കമ്പനി തന്നെ. അതെ, ഹിസ്റ്ററി ഉണ്ട്. 2019 ഓട്ടോമാറ്റിക് XM സെക്കൻഡ് ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാ? നമുക്കിപ്പോൾ നെറ്റായിട്ട് ഓഫർ പ്രൈസിൽ ഒരു 4,80,000 കൊടുക്കാം. 4,80,000 നിങ്ങൾക്ക് ഒരു ടാറ്റ നെക്സോൺ ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകാം. 4,80,000 ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോണിൽ അടിപൊളി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു നെക്സോൺ കൊണ്ടുപോകാം. താല്പര്യം എന്തായാലും വിളിച്ചോ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ കാറ് 10 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള കാറാണ് നമ്മൾ കാണിച്ചത്. ഇനി അതിൻ്റെ മേലുള്ള വേറെ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും ഷമീസ് കാസിലേക്ക് നടക്കാവിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് പോരട്ടെ. എല്ലാവർക്കും നന്ദി. മിൻഹാജ്. താങ്ക് യു. ബൈ.